ഈ ഫാൽക്കാം എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ആ രീതിയിൽ ഹിന്ദുക്കളെ പിടിച്ച് മാറ്റിക്കൊന്നു. പക്ഷേ അത് തീർച്ചയായും അത് റിട്ടാലിയേഷൻ കൊടുക്കണം, അത്യാവശ്യമായിട്ട് കൊടുക്കണം. പക്ഷെ ചാടി കയറി അമേരിക്ക ഇപ്പോൾ പോയി ഇറാനിൽ അറ്റാക്ക് ചെയ്ത സമയത്ത് ഇസ്രായേൽ പറഞ്ഞ സമയമായിട്ടില്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതായത് ഖമേനിയെ കംപ്ലീറ്റ് ടാർഗറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ അന്നേരം അമേരിക്ക പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. അതിൻ്റെ റീസൺ ഉണ്ട്. ഒരു പ്രിപ്പറേഷൻ ടൈം ഉണ്ട്, എപ്പോഴും ഒരു പ്രിപ്പറേഷൻ ടൈം ഉണ്ട്. അപ്പം അതിന് ഗ്ലോബലായിട്ടൊരു അക്സെപ്റ്റൻസ് കിട്ടണം. അതുപോലെ അമേരിക്കയുടെ പച്ചക്കൊടി വേണം. അതെ, അവർ പറയണം ഓക്കെ നിങ്ങൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചെയ്തോണം. പക്ഷെ അവരുടെ അക്സെപ്റ്റൻസ് കിട്ടിയില്ല. എന്നിട്ട് അമേരിക്ക ലാസ്റ്റ് ഇവരോട് പറഞ്ഞു ഓക്കെ നിങ്ങൾ പാകിസ്ഥാനോട് ഇൻഫോം ചെയ്യാൻ പറഞ്ഞു. ഇതൊക്കെ ജയശങ്കർ പറഞ്ഞ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ. അതിന് പാകിസ്ഥാനെ ഇൻഫോം ചെയ്യുന്നു, ഞങ്ങൾ ഇന്ന സ്പേസ് അറ്റാക്ക് ചെയ്യുന്നു, പക്ഷെ മിലിറ്ററി ടാർഗറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അലേർട്ടായി. ഇപ്പം ഇന്ത്യയുടെ റീഡിങ് മുഴുവനും തകർന്നു പോയി. നമ്മള് കംപ്ലീറ്റ് കഴിഞ്ഞ 25 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് കഴിഞ്ഞ 50 വർഷം കൊണ്ട് ഇന്ത്യ ഉണ്ടാക്കിയൊരു വാർ ഡോമിനേഷൻ ഉണ്ട്. എയർ വാർഫെയറിനകത്ത് ഗ്ലോബലായിട്ട് ഏറ്റവും കൂടുതൽ ആരാണ് എയർ ഡോമിനൻസ് ഉള്ളത് അവൻ വാറിൽ വിജയിക്കും. മനസ്സിലായി? അതാണ് ഗ്ലോബൽ ഇന്നും. ഇതിന്റെ കൂട്ടത്തിൽ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. എന്തുകൊണ്ട് 2 PSLV ഫെയിൽ ആയി? ഉറപ്പായിട്ടും ഇത് ഞാനിപ്പോൾ ഒരു സീനിയർ ISROയുടെ ഒരു സയൻറ്റിസ്റ്റുമായിട്ട് ഇപ്പോൾ കുറച്ച് 10 മിനിറ്റ് മുമ്പ് ഈ ടോപ്പിക്ക് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പം പുള്ളിയോട് പറഞ്ഞത് ഇത് 3rd സ്റ്റേജിലാണ് 2 ഫെയിലിയറും ഉണ്ടായേക്കുന്നത്. ആദ്യം 2 ഫെയിലിയർ. അപ്പം എന്നോട് പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. പുള്ളി വളരെ സീനിയറാണ്. എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ 2 ഫെയിലിയറും ഉണ്ടായേക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം. അടുത്തത് ഈ രണ്ട് ഫെയിലിയർ 3rd സ്റ്റേജിലാണ് ഉണ്ടാക്കുന്നത്. മറ്റുള്ള ഇഷ്യൂസ് ആയിരിക്കും. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഇത് രണ്ടും ഡിഫൻസിൻ്റെ സ്പൈ ആയിട്ടുള്ള സാറ്റലൈറ്റ് ക്യാരി ചെയ്ത സാധനമാണ്.